യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതോ വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ളതുമായ അന്ത്യാഭിലാഷങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് അറിയിച്ച അഭിലാഷമാണ് നമ്മൾ സർവ്വ സൃഷ്ടികളോടും പോയി ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നുള്ളത്. അന്ത്യത്താഴവേളയിൽ ഈശോ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആഗ്രഹം അറിയിച്ചിരുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവർക്കായി സ്വയം അർപ്പിക്കുക. ഈ ഒരു ജീവിത ശൈലി നമ്മൾ പ്രാവർത്തികമാക്കണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത്. അങ്ങനെ നമ്മൾ സ്നേഹിക്കണമെന്ന്. അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അത് വലിയൊരു സാക്ഷ്യമാണ്. വചനവേദിയിൽ കയറിയുള്ള വചനപ്രഘോഷണത്തിനേക്കാൾ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ വചനപ്രഘോഷണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ ഈശോയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായ സർവ്വ സൃഷ്ടികളോടുമുള്ള വചനപ്രഘോഷണം നമ്മൾ സാധിച്ചു കൊടുക്കുന്നവരായി മാറുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.